മുംബൈ മുംബൈയിൽ നിന്ന് വന്ന തിരുവനന്തപുരം മുംബൈ എയർ ഇന്ത്യ വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് ഉണ്ടായി. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് അഖിൽഷാ അൻസാർ തത്സമയം ചേരുന്നു. അഖിൽഷാ, വിവരങ്ങൾ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നമ്മുടെ ആ തൊട്ട് മുൻപിൽ കാണുന്ന ഒരു വിമാനം, അതാണ് എയർ ഇന്ത്യയുടെ 657 വിമാനം. അതായത് ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനമാണ്. ഇത്തരത്തിൽ ഈ വിമാനത്തിന് നേരെയാണ് ഒരു ബോംബ് ഭീഷണി അല്പസമയം മുമ്പ് വരുന്നത്. അതിന് പിന്നാലെയാണ് ഈ വിമാനത്താവള അധികൃതർ, തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് മുൻകരുതലുകൾ ശക്തമാക്കിയത് നമുക്കിപ്പോൾ കാണാം. ഒരു വശത്ത് പ്ലെയിൻ വിമാനം അങ്ങനെ കിടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തായി ഈ പറയുന്ന അഗ്നിശമന സേനയുടെ 2-3 വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെട്ട് എയർപോർട്ടിൻ്റെ അത്യഹിത വിഭാഗം ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും എത്ര പാസഞ്ചേഴ്സാണ്, എത്ര ആളുകളാണ്, എത്ര യാത്രക്കാരാണ് ഇതിലുള്ളത്, എത്ര ക്രൂ ആണ് ഇതിൽ ഉള്ളത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇനി വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം 135 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉള്ളത്. 135 യാത്രക്കാരുമായാണ് താത്തുവെച്ചോ ഈ വിമാനത്തിലുള്ളതെന്നുള്ളതാണ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അധികൃതർ പറയുന്നത്. അത്തരത്തിൽ നിലവിൽ ഈ യാത്രക്കാരെ അടിയന്തരമായി ഈ വിമാനത്തിനുള്ളിൽ നിന്ന് ഇറക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും എയർപോർട്ട് അധികൃതരും അതുപോലെ തന്നെ എയർ ഇന്ത്യയും ചെയ്യുന്നത്. ഉടൻ തന്നെ ഈ 135 ആളുകളെയും 135 യാത്രക്കാരെയും ഈ വിമാനത്തിനുള്ളിൽ നിന്ന് പുറത്തിറക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൂർണ്ണ സജ്ജരാണ് ഈ എയർപോർട്ടും അതുപോലെ തന്നെ അഗ്നിശമന സേനയും അടക്കമുള്ള ആളുകൾ പൂർണ്ണ സജ്ജരാണ്. ഏതെങ്കിലും തരത്തിലുള്ള അത്യഹിത സംഭവങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. എയർ ഇന്ത്യയുടെ 657 എന്ന വിമാനമാണ് തൊട്ട് അല്പസമയം മുമ്പ് ഇവിടേക്ക് അടിയന്തരമായി ലാൻഡ് ചെയ്തത്. ഈ ബോംബ് ഭീഷണി തുടർന്നായിരുന്നു ഇത്തരമൊരു ലാൻഡിംഗ്. നിലവിൽ വിമാനമുള്ളത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐസൊലേഷൻ ബേയിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം അപകട സാഹചര്യങ്ങളോ ഇത്തരം അടിയന്തരമായി ആളുകളെ ഇറക്കേണ്ട സാഹചര്യങ്ങളോ ഉണ്ടെങ്കിലാണ് ഇത്തരത്തിൽ നമ്മുടെ വിമാനം ഇത്തരത്തിൽ പാർക്ക് ചെയ്യുക. അവിടെ നിന്നാകും ഈ എയർപോർട്ടിനെ നേരിട്ട് ബാധിക്കാത്ത തരത്തിൽ ആളുകളെ ഇറക്കുകയും മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള 2 വാഹനങ്ങൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടെർമിനലിലേക്ക് കുറച്ചധികം ദൂരമുണ്ട് SKN. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള 2 വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ ആയിരിക്കും യാത്രക്കാരെ പ്രവേശിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക. എന്തായാലും ഈ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം നിലവിൽ ഇതുവരെ എയർപോർട്ടിൻ്റെ ഭാഗത്തു നിന്നോ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലാകും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിലവിൽ എയർപോർട്ട് അധികൃതർ നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഇവാക്യുവേഷൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അതായത് ഈ യാത്രക്കാരെ, ഈ വിമാനത്തിനുള്ളിലുള്ള 135 യാത്രക്കാരെ പുറത്തിറക്കാനുള്ള നടപടികൾ ഇപ്പോൾ വിമാനത്താവള അധികൃതരും എയർ ഇന്ത്യയും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഏത് തരത്തിലുള്ള ബോംബ് ഭീഷണിയാണ് എയർ ഇന്ത്യയുടെ ഈ വിമാനത്തിന് നേരെ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട അത് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം. വളരെ 135 യാത്രക്കാരാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു വിമാനമാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഭീഷണി ഈ വിമാനത്തിന് നേരെ ഉണ്ടാകുന്നത്. അത് ഏത് തരത്തിലുള്ള ഭീഷണിയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ത്രെട്ടാണ് എന്നുള്ള ഒരു വിശദീകരണം ഇതുവരെ വിമാനത്താവളത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. എന്തായാലും യാത്രക്കാരെയൊക്കെ സുരക്ഷിതരായി വിമാനത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എയർ ഇന്ത്യയും അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരടക്കം നമ്മളോട് പറയുന്നത്. 135 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉള്ളത്. അതോടൊപ്പം ഇതിലെ ഈ ക്രൂ അംഗങ്ങൾ അടക്കമുള്ള ഒരു നിര ഈ വിമാനത്തിൻ്റെ ഭാഗമായുണ്ട്. ബോംബെയിൽ നിന്നാണ് ഈ വിമാനത്താവളം തിരുവനന്തപുരത്ത് വന്നത്. തിരിച്ച് 8:45 തിരിച്ച് ബോംബെയിലേക്ക് പോകേണ്ട വിമാനം കൂടിയാണ് എയർ ഇന്ത്യയുടെ 657 എന്ന ഈ വിമാനം. എന്തായാലും ഈ യാത്രക്കാരെ പുറത്തിറക്കാനുള്ള നടപടികൾ വിമാനത്താവളത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായി സജ്ജരാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ തന്നെ അത് നേരിടാൻ പൂർണ്ണമായി സജ്ജരാണ് വിമാനത്താവള അധികൃതർ എന്നുള്ള കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മേലുദ്യോഗസ്ഥരടക്കം
തരുന്നു, വിവരങ്ങൾ തരുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും സാറാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും നമുക്കിപ്പം തത്സമയം ചേർന്ന്